നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേയിൽ കൂടിയാണ്. പത്തനംതിട്ടയിൽ നമ്മൾ മൈലപ്ര ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഈ വളവിന് നമ്മുടെ ഈ പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേയുടെ റോഡിൻ്റെ പണി നടക്കുന്ന സമയം തൊട്ട് ഈ വളവിന് ഏതാണ്ട് ഈ കാണുന്ന വളവിന് ഒരു ഭാഗം പണി നടക്കാതെ കിടക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വീട്, 2 വീടുകളുണ്ട് ഇവിടെ. അതിൽ ഈ വീടാണെന്ന് തോന്നുന്നു, രണ്ടാമത് കാണുന്ന ഈ വീടാണെന്ന് തോന്നുന്നു. ഇവരുടെ ഭാഗത്തു നിന്ന്, അതോ ഇനി 2 വീടുകളും ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്തോ ഒരു സ്റ്റേ കൊടുത്തിട്ടാണ് ഈ വളവ് ആ പണി ഇതുവരെ പൂർത്തിയാകാതെ കിടക്കുന്നത്. ബാക്കി ഇത് കഴിഞ്ഞ് വേണ്ട മുന്നോട്ട് വരുന്നത് തൊട്ട് ഇവിടം തൊട്ട് ബാക്കി പണികൾ നടത്തുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് പൂർത്തിയാകാതെ നിൽക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. എന്തെങ്കിലും സാങ്കേതികപരമായ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ളത് അറിയത്തില്ല. എന്നിരുന്നാലും ശബരിമല തീർത്ഥാടകരടക്കം സീസണിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. അപ്പോൾ നല്ലൊരു വളവാണ്, എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു വളവാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അത് വളവ് കൃത്യമായ രീതിയിൽ അത് പണി ഒരു വാഹനത്തിന് കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. 2 വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്, ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ. അപ്പോൾ അതുകൂടെ പൂർത്തിയായെങ്കിൽ മാത്രമേ ഒരു ഭാഗം പൂർത്തിയായെങ്കിൽ മാത്രമേ കൃത്യമായ നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്നത് കുറഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് അറിയത്തില്ല. എന്നിരുന്നാലും അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ നടത്തി, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ നടത്തി ആ ഭാഗത്തെ റോഡ് പണി കൂടി പൂർത്തിയാക്കിയാൽ ഇതുവഴി പോകുന്ന നിരവധിയായിട്ടുള്ള വാഹനങ്ങളുണ്ട്. എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട്, കൊച്ചി എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമാണ്. അതായത് പത്തനംതിട്ട, റാന്നി, മണിമല വഴി, പൊൻകുന്നം, പാല വഴി നമുക്ക് എളുപ്പം നമുക്ക് കൊച്ചി എയർപോർട്ടിലേക്ക് പോകാൻ പറ്റുന്നൊരു വഴി കൂടിയാണിത്. അതുപോലെ തന്നെ മൂവാറ്റുപുഴ പുനലൂർ മലയോര ഹൈവേ ആണ്. നല്ല റോഡ് ആണ്, നല്ല രീതിയിൽ പണിഞ്ഞിട്ടിരിക്കുകയാണ്. കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വൈകുന്നേര സമയത്ത്, രാത്രിയിലൊക്കെ തടിലോറിയൊക്കെ പോകുന്ന വഴി കൂടിയാണ്. പെരുമ്പാവൂർ പോകുന്ന വണ്ടികളെല്ലാം ഈ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മൈലപ്ര കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മണ്ണാറക്കുളഞ്ഞിക്ക് ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇതിൻ്റെ പണി എത്രയും വേഗം ഈ റോഡിൻ്റെ ആ ഭാഗത്തെ, എന്തുകൊണ്ടായാലും ആ വീട്ടുകാരെ ഒഴിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണെങ്കിൽ അങ്ങനെ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണി എത്രയും വേഗം തന്നെ പൂർത്തിയാകട്ടെ എന്ന്.